അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ഒരു പ്രസ്താവന, നാർക്കോട്ടിക് ജിഹാദ് ഇല്ല, ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ ഒരു സ്ഥാപിക്കാനുള്ളൊരു തത്രപ്പാടായിരുന്നു മുഖ്യമന്ത്രിയുടേത്. പക്ഷേ അതിൽ നിന്നും വായിച്ചെടുക്കാവുന്ന ഒരു ആശങ്കാജനകമായ വസ്തുത, കേരളത്തിൽ ഈ റാഡിക്കലൈസേഷൻ എത്രമാത്രം ഭീകരമായിരിക്കുന്നു, എത്രമാത്രം ശക്തമായിരിക്കുന്നു എന്നതല്ലേ. കുറേ 100ഓളം പേർ IS പോയിരിക്കുന്നു. IS എന്നുള്ള ഒറ്റൊരു ഭീകര സംഘടനയുടെ കാര്യം മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല, മഹൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് കൗണ്ടർ റാഡിക്കലൈസേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടികൾ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നു. അപ്പോൾ കേരളത്തിൽ തീവ്രവാദ ശക്തികളുടെ ഒരു സ്വാധീനം വലിയ രീതിയിൽ ശക്തമായിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ ഇന്നലെ മുഖ്യമന്ത്രി നൽകിയത്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ? തീർച്ചയായിട്ടും ആ സൂചന മുഖ്യമന്ത്രി നൽകി എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിൽ പച്ചവെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ട് റാഡിക്കലൈസേഷൻ, ഈ റാഡിക്കൽ ആളുകളുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിൽ ഞാൻ എടുക്കുന്നത്, ഭീകര പ്രവർത്തനങ്ങൾ കേരളത്തിൽ, ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം അടിവരയിട്ട് സമ്മതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഇല്ലാന്ന്. കാരണം മുൻ DGPമാർ 2 പേര് കഴിഞ്ഞ DGP ുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി അത് തിരുത്തിക്കൊണ്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്ന് മാത്രമല്ല, ഭീകരവാദ പ്രസ്ഥാനങ്ങൾ മതപരിവർത്തനത്തിന് ജനങ്ങളെ സമീപിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇനി ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്, വളരെ കൃത്യമായിട്ടൊരു കാര്യം നാം മനസ്സിലാക്കണം. ഈ ആടിന്റെ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്. അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ മതേതരവാദികളായി രംഗത്ത് വരുന്നുണ്ട്. വാസ്തവത്തിൽ ഇവരുടെയൊക്കെ ചങ്കിനുള്ളിലുണ്ടല്ലോ ഒരു മതേതരത്വം ഇല്ല, വെറും കേവലം ഭീകരവാദത്തിന്റെ മതം മാത്രമാണ്. സത്യസന്ധമായ കാര്യം, ഞങ്ങളൊക്കെ സത്യസന്ധമായ കാര്യം തുറന്നു പറയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ തോറ്റു പോകുന്നത്. ഇപ്പൊ PC ജോർജ് തോറ്റു. PC ജോർജ് തോറ്റിട്ടും കാരണം എന്താ? അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം മത തീവ്രവാദികളുടെ ഏകീകരണമാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോ ഇതേ ഏകീകരണം പല സ്ഥലത്തുമുണ്ട്. ഇപ്പം മാതൃഭൂമിയുടെ MD തോറ്റൊന്നും ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ VS അച്യുതാനന്ദൻ അദ്ദേഹം പറഞ്ഞു 2030 ആകുമ്പോഴേക്കും, അദ്ദേഹം 2010 പറഞ്ഞത്, 20 വർഷങ്ങൾക്ക് ശേഷം കേരളം ഒരു മുസ്ലിം രാജ്യമാക്കാൻ വളരെ ബോധപൂർവമായി ശ്രമം നടക്കുന്നു. ആ വീഡിയോ ഇപ്പൊ പ്രചാരത്തിലുണ്ട്. ഇത് തന്നെയല്ലേ നമ്മുടെ ചർച്ചകളിൽ വന്നിരുന്ന വലിയ മതേതരത്വം പറയുന്ന, ഈ സൂര്യന് താഴെയുള്ള സകല കാര്യത്തെക്കുറിച്ചും പറയുന്ന MESന്റെ ഡയറക്ടർ ഫസൽ ഗഫൂർ, അയാള് NDFന്റെ യോഗത്തിൽ പോയിരുന്നിട്ട്, NDFന്റെ ഈ പറഞ്ഞ ഈ ഭീകരവാദി സംഘടനയുടെ യോഗത്തിൽ പോയിരുന്നിട്ട് എങ്ങനെയാണ് ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ചാനലിൽ വന്നപ്പോൾ ഏഷ്യാനെറ്റിന്റെ അവതാരകൻ ചോദിച്ചു, താങ്കളെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാനാണിത് മുഖത്ത് നോക്കി ചോദിച്ചത്, അതുകൊണ്ട് എന്നോട് ഭയങ്കര കലിയ എന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ വെറുതെ പറയുന്നതാണ്, പുറയില് ചില പതാകകളൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ഫ്രോഡായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്. വാസ്തവത്തിൽ ഇതല്ല. കേരളത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ഗൗരവമായി ക്രൈസ്തവ സഭ, ഞാൻ ഹിന്ദുക്കളുടെ കാര്യത്തില് ഹിന്ദുക്കൾക്ക് ഈ രീതിയിൽ സഭയുടെ പോലെയുള്ള ഒരു ഏകീകരണമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ഞങ്ങളെ രാഷ്ട്രീയമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇപ്പം ഈ ബിഷപ്പിനെ രാഷ്ട്രീയമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയാണ് BJPയും RSSനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. കാരണം ഞങ്ങളുള്ള കാര്യം തുറന്നു പറയാ, ഞങ്ങൾക്ക് രാഷ്ട്രീയമായിരുന്നു വേണമെങ്കിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും മുന്നണിയുടെ കൂടെ പോകാമായിരുന്നു. അപ്പൊ കേരളത്തില് വളരെ ഗൗരവമായി എനിക്ക് വളരെ വിഷമമുള്ളത്, ഈ സഭയുടെ ഉള്ളിൽ, നേരത്തെ PC ജോർജ് പറഞ്ഞല്ലോ, എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. സഭയ്ക്കുള്ളിൽ ചില ആളുകൾ സഭയേക്കാൾ വലുതാണ്, ക്രൈസ്തവ മതത്തെക്കാൾ വലുതാണ്, യേശുക്രിസ്തുവിനേക്കാൾ വലുതാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അധികാരവും എന്ന് ചിന്തിക്കുന്നത് കഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിക്കാം മതേതരവാദികളായി നിൽക്കുന്ന ആളുകളോട് എല്ലാം. എന്റെ മലപ്പുറത്ത് ഭാഷാപിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന് ഒരു പ്രതിമ സ്ഥാപിക്കാൻ പറ്റുന്നില്ല? എന്റെ പറ്റുന്നില്ല. കേരളമല്ലേ, പുരോഗമനമല്ലേ, പുരോഗമനവാദ പ്രസ്ഥാനങ്ങളുടെ നാടല്ലേ കേരളം. അപ്പൊ വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ അപായത്തിലാണ്,
വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്.